ദൈവത്തിന്റെ ഒരു പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മുന്നേറുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഫിലിപ്പിയർ 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളവ മറന്ന് മുൻപിലുള്ളവയിലേക്ക് മുന്നേറുകയും ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഉന്നത വിളിയുടെ സമ്മാനത്തിനായി ലക്കിലേക്ക് ഞാൻ ഓടുകയും ചെയ്യുന്നു. പുതിയ പ്രതിബദ്ധതകളും പുതിയ സമർപ്പണങ്ങളും നടത്തി ദൈവസന്നിധിയിൽ പതിവായി നിൽക്കുന്ന ഒരു വ്യക്തി വിജയത്തിലേക്കും കർത്താവിന്റെ കൂട്ടായ്മയുടെ സന്തോഷത്തിലേക്കും നിരന്തരം നീങ്ങുന്നവനാണ്. അപ്പോസ്തലനായ പൗലോസ് പ്രഖ്യാപിച്ചു, പിന്നിലുള്ളവ ഞാൻ മറക്കുന്നു, മുന്നിലുള്ളവയിലേക്ക് ഞാൻ മുന്നേറുന്നു, ലക്ഷ്യത്തിലേക്ക് ഞാൻ മുന്നേറുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനം. ഒന്നാമതായി, പിന്നിലുള്ളവ മറക്കുക. അതെ, ഭൂതകാലത്തിലെ കാര്യങ്ങൾ, താഴ്ന്ന കാര്യങ്ങൾ, ഭക്തികെട്ട കാര്യങ്ങൾ മറക്കണം. സൊദോമിൽ നിന്ന് പുറത്തു വന്ന ശേഷം നാം അതിലേക്ക് തിരിഞ്ഞു നോക്കരുത്. മിസ്രൈം വിട്ട ശേഷം അതിന്റെ വെള്ളരിക്ക, വെളുത്തുള്ളി, വലിയ ഉള്ളി എന്നിവയ്ക്കായി നാം കൊതിക്കരുത്. പലരും ഇപ്പോഴും തങ്ങളുടെ ഭൂതകാലത്തിൽ ജീവിക്കുന്നു. ചിലർ ദുഃഖവും നിരുത്സാഹവും കൊണ്ടുവരുന്ന വേദനാജനകമായ ഓർമ്മകളാൽ ഭാരപ്പെട്ടിരിക്കുന്നു. മറ്റു ചിലർ ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ പുതിയ മേഖലകളിലേക്ക് മുന്നേറാൻ തയ്യാറാകാതെ മുൻകാല അനുഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ജോർജ് ബെർണാഡ് ഷാ ഒരിക്കൽ പറഞ്ഞു, ഭൂതകാല ഓർമ്മകൾ ഒരു മനുഷ്യനെ ജ്ഞാനിയാക്കുന്നില്ല, ഭാവിയെക്കുറിച്ചുള്ള അവന്റെ ഉത്തരവാദിത്ത ബോധമാണ് അവനെ ജ്ഞാനിയാക്കുന്നതെന്ന്. രണ്ടാമതായി, മുന്നിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നേറുക. ഉയർന്ന കാര്യങ്ങൾക്കായി എത്തുക, പുതിയ കാര്യങ്ങൾ ആഗ്രഹിക്കുക എന്ന് കർത്താവ് പറയുന്നു. മുൻപത്തെ കാര്യങ്ങൾ ഓർക്കരുത്, പഴയ കാര്യങ്ങൾ പരിഗണിക്കരുത്. ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യും. ഇത് യെശയ്യാവ് 43-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ എന്തെങ്കിലും ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ വലുതും മികച്ചതുമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ മുന്നോട്ട് പോവുക. അവൻ ഓരോ ദിവസവും നിങ്ങളുടെ മേലൊരു പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ കൃപ എന്നിവ പകരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ കാര്യങ്ങൾക്കായി എത്തുമോ? മൂന്നാമതായി, ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. ദൈവത്തിന്റെ ഓരോ മക്കൾക്കും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഒന്നുമില്ലാതെ നമ്മുടെ യാത്രയ്ക്ക് ലക്ഷ്യവും ദിശയുമില്ല. വ്യക്തമായ ഒരു ലക്ഷ്യം നമ്മെ തീഷ്ണതയും സ്ഥിരതയും കൊണ്ട് നിറയ്ക്കുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈം വിട്ടപ്പോൾ അവരുടെ വാഗ്ദത്ത ദേശമായ കാനാനിലാണ് അവരുടെ കണ്ണുകൾ ഉറപ്പിച്ചത്. നമുക്കും ഒരു ലക്ഷ്യമുണ്ട്, ഭൂമിയിൽ ക്രിസ്തുവിന്റെ പൂർണ്ണത കൈവരിക്കുക എന്നത്. നിത്യതയിൽ അത് സ്വർഗീയ കനാനിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. ദൈവത്തിന്റെ പ്രിയ മക്കളെ, നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുകയാണോ? നിന്റെ ജീവിതം ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നുണ്ടോ? യേശുവിൽ ദൃഷ്ടി പതിപ്പിക്കുക, പിന്തിരിയരുത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിലുള്ള വാക്യം എബ്രായർ 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അതുകൊണ്ട് നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മെ ചുറ്റിയിരിക്കുമ്പോൾ എല്ലാ ഭാരവും നമ്മെ മുറുകെ പറ്റുന്ന പാപവും മററ്റിവെച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരണമായ ക്രിസ്തുവിനെ നോക്കി നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഹോശേയ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ, വൈകുന്നേരം വെളിപ്പാട് 1-ാം അധ്യായം. ആമേൻ.